ഈ വീഡിയോയ്ക്ക് താഴെ വരാൻ പോകുന്ന കമൻറ്റ് ഇനി ഞാൻ തന്നെ പ്രവചിക്കാം കേട്ടോ. അപ്പം ചേച്ചി എന്തിനാ ഇങ്ങനെ കേക്ക് ഡിസൈൻ ചെയ്തത്? കേക്കിൻ്റെ ടോപ്പ് ഭാഗം മൊത്തം കുളമായി പോയല്ലോ. കേക്കിൻ്റെ ടോപ്പിൽ ഈ ഒരു സംഭവം മാച്ച് ചെയ്യുന്നില്ല. അതേപോലെ എന്താ മൊത്തത്തിൽ എന്തിനാ ഇങ്ങനെ കുളമാക്കിയത് എന്നൊക്കെ ആയിരിക്കും മിക്കവാറും ഇത് കമൻറ്റ് വരാൻ സാധ്യത. അപ്പോൾ എനിക്ക് കേക്കിന് ഓർഡർ തന്നത് ചന്തുമാമനായിരുന്നു കേട്ടോ. ചന്തുമാമൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നൊരു ഓർഡറായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ മാമിയെ വിളിച്ച ടൈമിൽ മാമിയാണ് എന്നോട് ചോദിച്ചത്, കേക്കിൻ്റെ ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ വെക്കത്തില്ലേ, അതായത് ബട്ടർഫ്ലൈസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ, പിങ്ക് ഷെയ്ഡിൽ എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഇതിന് സത്യം പറഞ്ഞാൽ ടോപ്പിൽ എന്ത് ഡിസൈൻ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ പോലും എനിക്കില്ലായിരുന്നു. അപ്പം പിങ്ക് ഷെയ്ഡ് വരണമെങ്കിൽ നമ്മൾ വേറെ ഇത് റോസറ്റ് അല്ലാതെ വേറെ വഴിയില്ല. എങ്കിൽ പിന്നെ ഒരു സൈഡിലായിട്ട് ഒരു കോർണറിലായിട്ട് ഇതുപോലെ റോസറ്റ് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഡെക്കറേഷനും വെച്ചിട്ട് കുറച്ച് ബട്ടർഫ്ലൈസും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേട്ടോ ഈ കേക്ക് ഡിസൈൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു റീസൺ ഉണ്ടായതുകൊണ്ടാണ് ടോപ്പിൽ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.